ഏതോ നമ്മുടെ ഇറാൻ US ആണവ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും നമ്മൾ അതിൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മുടെ അമേരിക്ക ഒന്ന് അയഞ്ഞു തുടങ്ങി എന്ന പ്രത്യക്ഷമായ തെളിവുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ നിലപാടനുസരിച്ച് അമേരിക്ക പറയുന്നത് ഇറാന്റെ കൂടി കാര്യങ്ങൾ കേട്ട ശേഷം ഇറാന് കൂടി അനുകൂലമായ രീതിയിലായിരിക്കും ഇനി ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ ഭാഗം കൂടി കേട്ട് ഇറാനെ കൂടി പരിഗണിച്ചോ അല്ലെങ്കിൽ ഇറാനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്, കരാറിനൊരു തീർപ്പാവുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കുറെ നാളുകൾ ബലം പിടിച്ചു നോക്കി, പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ ഭയപ്പെടുന്നത് പോലെ അമേരിക്കയെ ഇറാൻ ഭയക്കുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി മറ്റു നിർവാഹമില്ലാതെ നാണം കെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറാനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരാളെയും ഒറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇറാനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് എന്ന് മറ്റുള്ളവരോടൊന്ന് അറിയിക്കുന്ന രീതിയിലൊക്കെ അമേരിക്ക മാറിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ കാരണം അമേരിക്ക ഭയപ്പെട്ടു തുടങ്ങിയെന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ഇറാന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ഗൗരവതരമാണ്. അതായത് ഈ ഇറാൻ അമേരിക്ക ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക തർക്കവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നിർണായകമായ ഒരു പ്രസ്താവനയായിരുന്നു JD വാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരിക്കലും ട്രംപിൻ്റെ നേരിട്ടുള്ള ഒരു പ്രസ്താവനയല്ല, മറിച്ച് JD വാൻസ് ആണ് അതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യം പറയുന്നത് ഈ ഇറാനുമായിട്ടുള്ള ആണവ കരാർ നടപ്പാക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കും എന്നുള്ളതാണ്. ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഈ ഇറാനുമായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ട് കടുംപിടുത്തം ഉപേക്ഷിച്ചു എന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നൽകുന്നത്. അതായത് എല്ലാവരുമായി സഹകരിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലുള്ള ഒരു കരാർ നടപ്പാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ അറബ് രാജ്യങ്ങളെ കേൾക്കേണ്ടി വരും, അതുപോലെ തന്നെ ഈ പറയുന്ന ഇറാൻ്റെ ഭാഗം പരിഗണിക്കേണ്ടി വരും. മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക, അതായത് ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ആണവോർജ്ജം ഉണ്ടാക്കാതിരിക്കുക, ആണവ പ്ലാന്റുകൾ അടച്ചുപൂട്ടുക എന്ന മട്ടിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചത്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റെവിടേക്കും കൈകാര്യം ചെയ്യരുത്, അത് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന നിലയിലൊക്കെയായിരുന്നു ട്രംപ് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ വാചകങ്ങളും നമ്മളെടുത്ത് നോക്കിയാൽ എല്ലാ പ്രസംഗങ്ങളിലും മാധ്യമങ്ങൾ കാണുമ്പോഴും ഒക്കെ ഇറാനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ട്രംപിനുണ്ടായിരുന്നുള്ളൂ. അത് ഇറാൻ പരിപൂർണമായി ആണവ പരീക്ഷണം നിർത്തുക, ആണവ പരീക്ഷണം എന്ന ഒരു കാര്യത്തിലേക്ക് ഇറാൻ കടക്കരുത് എന്ന നിലയിലുള്ള ഒരു കടുംപിടുത്തം തന്നെയായിരുന്നു ട്രംപ് നടത്തിയത്. ഇപ്പോൾ ആദ്യത്തെ പരോക്ഷ ചർച്ച നടന്നപ്പോൾ, അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി വന്നതിന് ശേഷം ഒമാനിൽ വെച്ച് നടന്ന ആ പരോക്ഷ ചർച്ച, അതിൽ അമേരിക്കയുടെ പ്രതിനിധികളായിട്ട് പങ്കെടുത്തത് ഇദ്ദേഹത്തിൻ്റെ മരുമകനും ട്രംപിൻ്റെ മരുമകനും അതുപോലെ തന്നെ പശ്ചിമേഷ്യയുടെ നയതന്ത്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിരുന്നു ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും അമേരിക്ക പറഞ്ഞത് ഇറാൻ പരിപൂർണമായി ആണവ പരീക്ഷണം അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് അമേരിക്കയ്ക്കെന്നാണ്. പക്ഷേ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ആണവ പരീക്ഷണം പൂർണ്ണമായി നിർത്തില്ല, യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് വേണമെങ്കിൽ കുറയ്ക്കാം, അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മേലുള്ള സകല ഉപരോധവും എടുത്തു മാറ്റണം, ഞങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കാനും ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ലോകത്തോട് പറയാനും അല്ലെങ്കിൽ അത് കരാറിൻ്റെ ഭാഗമായി തന്നെ എഴുതി ഒപ്പിടാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ ആ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ട്രംപ് വളരെ കോപാകുലനായിരുന്നു. ട്രംപ് എന്താണ് ചെയ്തത്? നേരെ 16 എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇറാനുമായി സഹകരിക്കുന്ന 16 കപ്പലുകൾ, 15ഓളം കമ്പനികൾ, അതുപോലെ തന്നെ ഇറാനുമായി വ്യാവസായിക സൗഹൃദമുള്ള സകല രാജ്യങ്ങൾക്കും തീരുവ വർദ്ധിപ്പിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു മിസൈൽ മാപ്പ് പുറത്തുവിട്ടു. ടെല്ലവീവിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ മിസൈൽ വീഴുന്നതിൻ്റെ ഒരു രൂപരേഖയും ചിത്രവും ഒക്കെ തയ്യാറാക്കിയിട്ടൊരു മിസൈൽ മാപ്പ് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ ഇറാൻ ഞങ്ങൾ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ചെങ്കടലിലൂടെ, ഹോർമുസ് കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഫ്ലാഗ് വെച്ച കപ്പലുകൾക്ക് നേരെ കടന്നാക്രമണം ഉണ്ടാകുമെന്ന തരത്തിലൊരു ഭീഷണിയും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന് പിന്നാലെ അമേരിക്ക ഈ കപ്പലുകൾക്ക് ഹൈ അലർട്ട് കൊടുക്കുന്നു. അതായത് അമേരിക്കൻ പതാക വെച്ച് പോകുന്ന കപ്പലുകൾ കൃത്യമായി സൂക്ഷിച്ചു വേണം പോകാൻ, ഏത് നിമിഷവും ഇറാൻ്റെ നടപടികൾ എന്തെങ്കിലും ഉണ്ടായേക്കാം. ഒരു കപ്പലിന് നേരെ ഇറാൻ ഇത്തരം നടപടി എടുക്കുകയും ചെയ്തു. അതായത് USS എബ്രഹാം ലിങ്കണിന് നേരെ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച അല്ലെങ്കിൽ ഒരു ഡ്രോൺ അയച്ച സമയത്ത്
അത് അമേരിക്ക വെടിവെച്ചിട്ടതിന് പിന്നാലെ ഈ ഹോർമുസ് കടലിനടുക്കിനടുത്ത് വെച്ച് ഒരു അമേരിക്കൻ ഫ്ലാഗ് വെച്ച കപ്പലിനെ ഇറാൻ്റെ IRGCയും അതുപോലെ തന്നെ ബോട്ടുകളിലുള്ള സേനയും ഒക്കെ പോയി വളഞ്ഞുവെന്നും അതിന് ചുറ്റും ഡ്രോണുകൾ അയച്ചുവെന്നും ഒടുവിൽ ആ കപ്പൽ വളരെ വേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക ഒരു വശത്ത് കടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറാനെ ഉപരോധ വലയത്തിൽ പെടുത്തി ഞെരുക്കുമ്പോൾ മറുവശത്ത് ഇറാനും ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടുകൂടി ഒരു തരത്തിലുള്ള സമ്മർദ്ദവും നടക്കില്ല, അല്ലെങ്കിൽ നേരാവണ്ണം ഈ കരാറ് ഒപ്പിട്ട് പോകണമെങ്കിൽ, അമേരിക്കയ്ക്ക് വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഇറാൻ്റെ ചില കാര്യങ്ങൾ അംഗീകരിക്കാതെ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് അമേരിക്ക വന്നു. പക്ഷെ അത് അമേരിക്ക നേരിട്ട് അംഗീകരിച്ചു എന്ന് പറയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അവരുടെ ആ ഒരു ഗരിമ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ കടുത്ത നിലപാടിൽ നിന്ന് അമേരിക്ക അയഞ്ഞു എന്ന് പറയുമ്പോൾ ഇറാന് മുന്നിൽ തോറ്റു എന്ന പ്രതീതി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറാനോട് ക്ഷമിക്കുകയാണ് എന്ന മട്ടിലേക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു പ്രാഥമികമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന JD വാൻസിൻ്റെ ഈ ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഈ പ്രസംഗം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഓർക്കുക, ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ തന്നെ അഭിപ്രായമാണെങ്കിലും അത് വൈസ് പ്രസിഡന്റാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്, ഇറാൻ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ പശ്ചിമേഷ്യ ഒന്നാകെ, പശ്ചിമേഷ്യ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ മുഴുവൻ അത് പ്രതിഫലിക്കും എന്നൊരു ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ ഒരു പരിധിക്കപ്പുറം ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ ഒന്നിനും ഇറാന് ആരെയും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇത് സൂചിപ്പിച്ചതുപോലെ യുറാനിയം സമ്പുഷ്ടീകരണം ലഘൂകരിക്കാം എന്ന രീതിയിലൊക്കെ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും അമേരിക്കയെ ഭയപ്പെട്ടുകൊണ്ടല്ല, പകരം മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്ക ഒരു ശത്രുവായിരിക്കുന്നത് പോലെ ഇറാൻ ഒരു ശത്രുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അവർ ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലൊരു ലഘൂകരണത്തിന് തങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ലോക പോലീസ് എന്ന് ചമഞ്ഞു നടക്കുന്ന അമേരിക്ക ഈ ഒരു അവസരം മുതലെടുക്കുകയല്ലേ, അല്ലെങ്കിൽ ഇറാനെ കൂടി കൺസിഡർ ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് നാളെ ഇറാൻ തിരിച്ചൊന്ന് തങ്ങളോട് പ്രതികരിച്ചാൽ നാണക്കേടാകും, ഇറാന്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു അടി പ്രതീക്ഷിക്കാം എന്നൊരു ഭയമുള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ അമേരിക്ക ഇങ്ങനെയൊന്ന് അയഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ശ്രമം അതാണ്. കാരണം അമേരിക്ക ഉയർത്തിയ സമ്മർദ്ദങ്ങൾ, ഉയർത്തിയ വെല്ലുവിളികൾ ഇതൊക്കെ തകർന്നു തരിപ്പണമാവുകയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന് നേരെ പോലും ആക്രമിക്കുമെന്ന് പരസ്യമായി ഇറാൻ പറയുന്നൊരു സാഹചര്യത്തിൽ ഇറാൻ തെല്ലും ഭയന്നിട്ടില്ല എന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഞങ്ങളാണ് ലോക പോലീസ്, ഞങ്ങളാണ് ലോകത്തിൻ്റെ ഘടന തീരുമാനിക്കുന്നത് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രം. ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാട് പറയുമ്പോൾ ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതൊക്കെ ഈ ലോകം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് എന്നൊരു ധാരണ ലോകത്തിന് മുമ്പിൽ വരുത്തുക എന്നുള്ള അമേരിക്കയുടെ ഇടവേളകളിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്ക പലപ്പോഴും ഇതുപോലെ അഫ്ഗാൻ അധിനിവേശം ഉണ്ടായി, ഇറാഖിൽ പോയി സദ്ദാം ഹുസൈനെ പിടിക്കുന്നു, ഇതൊക്കെ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഒരു രീതിയാണ്. അതായത് ലോകത്തിന് മുന്നിൽ ഞങ്ങളാണെല്ലാം, അല്ലെങ്കിൽ ലോകത്തിൽ എന്ത് നടക്കണം എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക, അജണ്ട ഇത് ഞങ്ങൾ പറയുന്നതാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതേസമയം തന്നെ രണ്ട് വള്ളത്തിലും കാലിടുന്ന വിധത്തിലുള്ള നിരന്തരമായ മറ്റു പല പണികളും അമേരിക്ക എടുക്കാറുണ്ട്. നമുക്ക് ഗസ വിഷയത്തിലൊക്കെ അറിയാം, ഒരു വശത്ത് ഇസ്രായേലിനെ കൈയച്ച് സഹായിക്കുന്നു, മറുവശത്ത് സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ട് ഈജിപ്തിനെയും ഖത്തറിനെയും ഒക്കെ ഈ മധ്യസ്ഥ ചുമതലകൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ രണ്ട് വള്ളത്തിലും കാലിടുന്ന സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ലോക പോലീസ് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് അത് അവർ തന്നെ പരിഹരിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പലതരത്തിലും അവർ ഈ പാശ്ചാത്യ നയതന്ത്ര അല്ലെങ്കിൽ അന്താരാഷ്ട്ര നയതന്ത്ര വിഷയങ്ങളിലൊക്കെ അങ്ങനെയാണ് അവരുടെ ഇടപെടൽ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് നേരെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തും എന്ന് പറയുന്നത്, അതിന് തൊട്ട് മുമ്പായിട്ട് വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് കൃത്യമായി ലോകത്തെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് സ്ഥാപിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഈ നിക്കോളാസ് മഡൂറോയെ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം അടുത്തത് ഇറാനാണ് എന്ന നിലയിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്തകൾ വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെ നിരന്തരമായി വെല്ലുവിളിക്കുന്നു. വെനസ്വേലയിൽ എന്താണോ സംഭവിച്ചത്, വെനസ്വേലയിലും ഇതുപോലെ ഏതാണ്ട് ഒരു 1.5 മാസത്തോളം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വെനസ്വേലൻ തീരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഒരു ആക്രമണത്തിലേക്ക്, അല്ലെങ്കിൽ അത് കടന്നു കയറി പ്രസിഡന്റിനെ പിടികൂടുന്ന നിലയിലേക്ക് പോയത്. അപ്പോൾ ഇവിടെയും സമാനമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ, ഭയപ്പെടുത്തുന്ന വിധത്തിൽ നിരവധി സേനാ വിന്യാസങ്ങൾ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ ഇറാന് നേരെ. പക്ഷേ വെനസ്വേലയിലെ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് ലോകം ഇപ്പം മനസ്സിലാക്കി. അതായത് അമേരിക്ക പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടപ്പാക്കാനോ പ്രവർത്തിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അതിനുള്ള ചങ്കുറപ്പൊന്നും അമേരിക്കയ്ക്കില്ല എന്ന്
മനസ്സിലാവുന്നു. എന്ന് മാത്രമല്ല, ആ ഒരു ഡ്രോൺ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. അതായത് ഇറാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് ഇറാനിലേക്ക് ശ്രദ്ധ പോയി. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പെട്ടെന്ന് പൊടുന്നനെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ഇറാൻ ചിലപ്പോൾ ആക്രമിക്കും, എത്രയും പെട്ടെന്ന് നിങ്ങൾ സറണ്ടർ ആവണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നം പരിഹരിക്കണം, നിങ്ങളായിട്ട് തുടങ്ങി വെച്ച പ്രശ്നമാണ്, അത് നിങ്ങൾ തന്നെ പരിഹരിക്കണം എന്ന നിലയിലേക്ക് ഒരു ചർച്ചയുടെ വഴിയൊരുങ്ങി. പക്ഷെ അപ്പോഴും ഇസ്രായേലിൻ്റെ നിലപാട് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്ത് വന്നാലും ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നാണ്. അതായത് അമേരിക്കയുമായി ഒരു കരാറുണ്ടാക്കി അമേരിക്കയും ഇറാനും കൈകൊടുത്താലും ഞങ്ങൾ ഇറാനെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ചുവടുവെപ്പ് ഈ വിഷയത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇറാനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കിയെടുത്ത് അതിനിടയിൽ ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാനെതിരെ അമേരിക്കയുടെ ഒരു ആക്രമണം നടത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാൻ ഭീഷണിയാകുന്നത്, നേരിട്ട് ഭീഷണിയാകുന്നത്, ഒരു യുദ്ധം ഉണ്ടായി ഇസ്രായേലിനെ തകർക്കുക എന്ന നിലയിലേക്കൊക്കെ പോകണമെങ്കിൽ അത് ഇറാനെ സാധിക്കും എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ നിൽപ്പ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് അയയുന്ന, അല്ലെങ്കിൽ ട്രംപ് കീഴടങ്ങുന്ന, വഴങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മുൻ ധാരണകൾ പ്രകാരം, ട്രംപിൻ്റെ മുൻ ഡയലോഗുകൾ പ്രകാരം, അല്ലെങ്കിൽ നിലപാടുകൾ പ്രകാരം, സൈനിക നീക്കങ്ങൾ പ്രകാരമൊക്കെ ഈ പറയുന്ന ഒരു യുദ്ധം ഉണ്ടാക്കി ഇറാനെ കീഴ്പ്പെടുത്തും, അവിടുത്തെ ഭരണം അട്ടിമറിക്കും, ഖാംനെയി ഭരണകൂടത്തെ താഴെ ഇറക്കും, അവിടെ ട്രംപ് നിശ്ചയിക്കുന്ന ഒരാൾ ഭരിക്കും എന്ന നിലയിലൊക്കെയുള്ള ഒരു 1.5 മാസം മുന്നേ, അല്ലെങ്കിൽ 2 മാസം മുന്നുള്ള പ്രചാരണങ്ങൾ അതായിരുന്നു. പക്ഷേ ഇപ്പം മുഴുവൻ കാര്യങ്ങളും മാറിയിരിക്കുന്നു. ഇറാൻ വരച്ച വരയിലൂടെ ട്രംപ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വഴങ്ങലാണ് എന്ന് ലോകത്തിന് തോന്നാത്ത വിധത്തിൽ അതിന് മറ്റ് പല എക്സ്റ്റേണൽ സമ്മർദ്ദങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങുന്നതാണ്, അല്ലാതെ ഇറാന് മുന്നിൽ കീഴടങ്ങിയതല്ല, ഇറാന് മുന്നിൽ തോറ്റതല്ല എന്ന നിലയിലേക്കൊരു ഖ്യാതി ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ശ്രമം. എന്തായാലും ഇറാൻ വിജയം ഉറപ്പിക്കുന്ന നിലയിലേക്ക്, അതായത് ഇറാൻ പറയുന്ന കണ്ടീഷനുകൾ മുഴുവൻ അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു കരാർ വരുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യുദ്ധത്തെക്കുറിച്ച് അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു യുദ്ധം ഉണ്ടാകില്ല, ഖാംനെയുടെ ഭരണം താഴെ വീഴില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ ഒരു സ്ഥിരീകരണവും ഇപ്പോൾ നമുക്ക് പറയാം.